അപ്പോൾ അപ്ഡേറ്റ് കോർണറിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞങ്ങൾ കുറച്ച് പുതിയ അപ്ഡേറ്റ്സ് ആയിട്ടാണ് എത്തിയിരിക്കുന്നത്. എല്ലാ ഭാഷ അപ്ഡേറ്റ്സും ഇന്നത്തെ വീഡിയോയിലുണ്ട്. അപ്പോൾ ആദ്യത്തെ അപ്ഡേറ്റ് സ്റ്റാർട്ട് ചെയ്യും. അപ്പോൾ ഇന്നത്തെ ഫസ്റ്റ് അപ്ഡേറ്റ് വരുന്നത് നോബലിനെ പറ്റിയിട്ടാണ്. സിനിമയുടെ സെക്കൻഡ് ഷെഡ്യൂൾ സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. പൃഥ്വിരാജ് ഷേവ് ചെയ്തിട്ടുള്ള ഒരു ലുക്കിലാണ് വന്നിട്ടുള്ളത്. നല്ല രസമുണ്ടാളെ കാണാനായിട്ട്. ഇതാണ് നമ്മുടെ ഫസ്റ്റത്തെ അപ്ഡേറ്റ്. പൃഥ്വിരാജ് നമ്മളെ രാജമൗളി പടത്തിൽ അഭിനയിക്കാൻ പോയ സമയത്ത് ഏകദേശം ഒരു ലുക്ക് ആയിരുന്നു. അപ്പോൾ നിസാം ബഷീർ റോഷാക്ക് കഴിഞ്ഞിട്ട് വരുന്ന സിനിമ. അപ്പോൾ സിനിമയിൽ കോസ്റ്റാർസ് ആയിട്ട് ഒരുപാട് പേരുണ്ട്. ഇപ്പോൾ നമ്മളെ വിനയ് ഫോർട്ട് ഉണ്ട്, അതേമാതിരി അശോകനുണ്ട്, ലുക്മാൻ ഉണ്ട്, അപ്പോ പാർവതി. അപ്പോ ആ സിനിമയെ പറ്റിയിട്ട് എക്സൈറ്റിംഗ് ആണ് ആ പ്രൊജക്ട്. നിസാം ബഷീറിന്റെ കപ്പാസിറ്റി നമുക്കറിയാം. സമീർ അബ്ദുള്ള ആണ് പിന്നെ സ്ക്രിപ്റ്റ് വരുന്നത്. അപ്പം സിനിമ ഇതൊന്ന് മനസ്സിലാകാന്ന് വെച്ച് കഴിഞ്ഞാൽ രാജമൗലി പടം ഇച്ചിരി എന്താ പറയാ ലോങ് ഷൂട്ട് എന്നുള്ള കാര്യം നമുക്ക് മനസ്സിലാക്കാൻ പറ്റി. അടുത്ത അപ്ഡേറ്റ്, അടുത്ത നമ്മുടെ കൂലിയുടെ പുതിയതായിട്ട് വന്ന അപ്ഡേറ്റ്. ഇപ്പോ 100 days ആണ് കൂലി റിലീസ് ആവാന്ന് പറഞ്ഞിട്ട് ഒരു ടീസർ വന്നിട്ടുണ്ട്. പവർ ഹൗസ്. പിന്നെ എല്ലാവരും ബാക്ക് ഷോട്ട് കാണിച്ചുകൊണ്ട് സൗബിൻ, നാഗാർജുന, ഉപേന്ദ്ര, സത്യരാജ്, രജനീകാന്തിനെ കാണിച്ചിട്ടൊരു ബാക്ക് ഷോട്ടും പിന്നെ 100 days എന്ന് പറഞ്ഞു. അപ്പൊ അവര് August 15 കറക്റ്റ് ഡേറ്റിനാണ്. ഇപ്പൊ വാർ 2ന്റെ ഒഫീഷ്യൽ അനൗൺസ്മെന്റ് കൂടി വന്നപ്പോ ഡയറക്റ്റ് ക്ലാഷ് ആണെന്നുള്ളത് ഉറപ്പായി. അപ്പൊ സിനിമയില് ഡിയേജിങ് പോർഷൻസ് ഒക്കെ രജനീകാന്തിന്റെ എന്തെന്ന് കേൾക്കും. പണ്ട് ഈ സിനിമ ഇറങ്ങുന്ന സമയത്ത് ഇത് പേർജ് എന്ന് പറഞ്ഞിട്ടുള്ള ഇംഗ്ലീഷ് ഫിലിം ഉണ്ട്. അത് ഒരു സീരീസ് ഉണ്ട്. അത് 1, 2, 3, 4 സിനിമ ആയിട്ടാണ്. അപ്പൊ പേർജ് ഫിലിമിന്റെ ഒരു അഡാപ്റ്റേഷൻ ഉണ്ടാവും ഇതിൽ നിൽക്കുന്നു. ഒരു ദിവസം ലോ ആൻഡ് ഓർഡർ മൊത്തം ഡൗൺ ആക്കിയിട്ട് എന്തും കാണിക്കാനുള്ള സ്വാതന്ത്ര്യം ഒരു ദിവസം 12 മണിക്കൂർ ഉണ്ടാവുക എന്നുള്ളൊരു ഘട്ടം വരെ എല്ലാവരും വീട്ടിൽ തന്നെ ഇരിക്കുക എന്നുള്ള സംഗതിയാണ്. അന്ന് അക്രമികൾ അഴിഞ്ഞാടുന്ന ഒരു ദിവസം എന്നുള്ള തരത്തിലാണ്. അപ്പൊ അതേമാതിരി എന്തെങ്കിലും ആണെന്നുണ്ടെങ്കിൽ ഒറ്റ ദിവസം കൊണ്ട്, അതായത് ലോകേഷ് ഒറ്റ ദിവസം എന്നുള്ള സംഗതി ഇപ്പൊ കൈദി ആവട്ടെ, വിക്രമാവട്ടെ, അപ്പൊ ഒറ്റ ദിവസത്തിലെ സംഭവ വികാസങ്ങളാണ്. കൂലി ഭയങ്കരമായിട്ട് ഇന്റൻസ് ആയിട്ടുള്ള ഒരു സിനിമ ആയിരിക്കും. പിന്നെ ഒരുപാട് സ്റ്റാർസ് ഉള്ളതാണ്. ഓൾറെഡി പടത്തെ കുറിച്ച് സ്റ്റില്ലൊക്കെ വന്നിട്ടുണ്ടായിരുന്നല്ലോ. രജനീകാന്ത് 2 കത്തിയൊക്കെ പിടിച്ച് നിൽക്കുന്നു. ഭയങ്കര രസകരമായിക്കട്ടെ ഇവിടെ എന്തായാലും. അതുപോലെ തന്നെ അടുത്ത മേജർ റിലീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തഗ് ലൈഫ് ആണ്. ഈ വരുന്ന 5-ാം തീയതി ഇവിടെ റിലീസ് ആവാൻ പോവാണ്. ജൂൺ 5. അതെ, ജൂൺ 5-ന്. ഇപ്പൊ സിനിമയുടെ സെൻസർ ഓൾമോസ്റ്റ് കഴിഞ്ഞാൽ US സർട്ടിഫിക്കറ്റ് ആണ്. അതുകൊണ്ട് 2.25 മണിക്കൂർ സിനിമയുടെ ഡ്യൂറേഷൻ വരുന്നുണ്ട്. പക്ഷെ സിനിമയെ പറ്റി പറയുമ്പോൾ സിനിമയുടെ ട്രെയിലർ സിനിമക്ക് കൊടുത്തൊരു ബൂസ്റ്റ് ഉണ്ട്, ഭയങ്കരമാണ്. കാരണം സിനിമയുടെ ഇപ്പോഴത്തെ ഹൈപ്പ്, സിനിമ എന്താണെന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കി തന്നു. അതെ, അത് STR കമൽഹാസൻ തമ്മിലുള്ള സംഭവങ്ങളൊക്കെ അതൊരു ഗോഡ് ഫാദർ പാറ്റേൺ ഉള്ള സിനിമ എന്ന് എല്ലാവരും വിചാരിച്ചു. അതായത് അച്ഛന്റെ സ്ഥാനത്തേക്ക് മകൻ വരുന്ന ഒരു ടൈപ്പ് സിനിമ. പക്ഷെ ഇത് അത് തന്നെയാണ്. അതെ, പക്ഷെ നമ്മളെ വിചാരിക്കാത്ത ഇത് എന്നുള്ള വരിക നമ്മൾ ഒട്ടും പ്രതീക്ഷിച്ചില്ല. ട്രെയിലറിൽ അവർ തമ്മിലുള്ള സ്റ്റണ്ട്സിനൊക്കെ ഭയങ്കര അതെ അതെ അതെ. അപ്പൊ ആ സിനിമയില് അതുപോലെ തന്നെ STR പറഞ്ഞ ഇനിമേ എനിക്ക് അത് ഭയങ്കരമായിരുന്നു. അതെ അതെ അതെ, അദ്ദേഹത്തിന്റെ ഒരു ഭീകര കംബാക്ക് ആയിരിക്കട്ടെ പടം. അദ്ദേഹത്തിന്റെ കാരണം ആ സിനിമയിൽ STRനൊരു സെപ്പറേറ്റ് ടൈറ്റിൽ കാർഡ് ഉണ്ടെന്ന് കേൾക്കണം. അത് അതിശയപ്പെടാനൊന്നുമില്ല. പിന്നെ AR റഹ്മാനും ആവട്ടെ ഫുൾ ഫോമിലാണ് മൊത്തത്തില്. ട്രെയിലറിന്റെ ലാസ്റ്റ് ഒരു കോറസ് പിൻവഴി നായകൻ വന്നിട്ടുണ്ടായിരുന്നു. സിനിമയെ പറ്റി എക്സൈറ്റിംഗ്. ഇനി അടുത്ത അപ്ഡേറ്റ് എന്ന് പറയുന്നത് നമ്മുടെ ധനുഷ് വീണ്ടും ഒരു സിനിമ അനൗൺസ് ചെയ്തിട്ടുണ്ട്. വീണ്ടും ഒരു ബയോപിക്. അതെ 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 അതെ. ആദിപുരുഷന് ശേഷം ഓം റൗട്ട് സംവിധാനം ചെയ്യുന്ന സിനിമയാണ്. കലാം എന്നാണ് സിനിമയുടെ പേര്. ദ മിസൈൽ മാൻ ഓഫ് ഇന്ത്യ. അതായത് നമ്മളുടെ മുൻ രാഷ്ട്രപതി ISROയുടെ മുൻ ചെയർമാൻ ഡോക്ടർ APJ അബ്ദുൽ കലാം എന്നുള്ള റെസ്പെക്റ്റഡ് പേഴ്സണിന്റെ ബയോപിക് ആണ് വരുന്നത്. അപ്പോ അദ്ദേഹം ഇന്ത്യക്ക് വേണ്ടി ചെയ്ത സംഭാവനകൾ ചെറുതല്ല. അപ്പോ അത്ര ഇഷ്ടപ്പെടുന്നു. അതായത് ഹേറ്റേഴ്സ് ഇല്ലാത്തൊരു മനുഷ്യൻ നമ്മൾ പറയുന്നത്. അദ്ദേഹം ഉള്ള സമയത്ത് നമുക്ക് രാഷ്ട്രപതി എന്ന് പറഞ്ഞൊരാള് നമുക്ക് ഭയങ്കര ഇതായിരുന്നു, ഒരു ഇൻസ്പയറിംഗ് ക്യാരക്ടറായിരുന്നു. അപ്പൊ അത് വരികയെന്ന് പറയുമ്പോ പിന്നെ ഓം റൗട്ടിന്റെ ഇപ്പൊ ആദിപുരുഷന്റെ കാര്യത്തിലാണ് കുറച്ച് ഇതായത്. മുമ്പ് പറഞ്ഞ തൻഹാജി ഫിലിം നാഷണൽ അവാർഡ് ലെവൽ വരെ എത്തിയതാണ് ആ പടം. അപ്പോ ആ ഒരു എന്താ പറയാ ഹാർഡ് വർക്കും ഇതൊക്കെ കമ്മിറ്റ്മെന്റ് ഒക്കെ ഇതിനോട് കാണിച്ചു കഴിഞ്ഞാൽ നമുക്ക് ധനുഷിന്ന് വേറൊരു തരത്തിലുള്ള ഉണ്ടാവും. അതായത് കഴിഞ്ഞ സിനിമ ഡൗൺ ആയതിന്റെ പ്രൂവ് ചെയ്യണം എന്നുള്ള ഗംഭീര ആക്ടറാണ്. എന്തായാലും നല്ലൊരു പടം ആയിരിക്കട്ടെ എന്തായാലും. അടുത്തത് പിന്നെ വരുന്നത് നമ്മുടെ ആര്യ 3 എന്നുള്ള സിനിമയുടെ SVC ആ പേര് രജിസ്റ്റർ ചെയ്തു എന്നുള്ള സംഗതിയാണ്. ആര്യ 1 അല്ലു അർജുന്റെ ഫിലിം. അതായത് അല്ലു അർജുൻ എന്ന് പറഞ്ഞ നടനെ മലയാളികൾക്ക് പരിചയപ്പെടുത്തിയ സിനിമയാണ്. അതായത് അദ്ദേഹം മുഴുനീള
ഒരു ഹീറോ എന്നുള്ള വന്ന സിനിമയാണ് അത്. മുമ്പ് ആ സിംഹക്കുട്ടി എന്നുള്ള സിനിമ ഒക്കെ ഉണ്ടെങ്കിൽ അദ്ദേഹം കുറച്ച് മെച്ചുവർ ആയിട്ട് ഒരു വന്നൊരു സിനിമ, അതാണെങ്കിൽ ബ്ലോക്ക് ബസ്റ്റർ ഹിറ്റും ആയിരുന്നു ആ സിനിമ. അപ്പൊ ആ സിനിമ രണ്ടാം ഭാഗം പിന്നെ ആര്യ 2, അതിന്റെ ഒരു പ്രോപ്പർ സീക്വൽ അല്ലെങ്കിൽ ആര്യ 2 എന്ന് പറഞ്ഞൊരു സിനിമ വിജയമായിരുന്നു. അപ്പൊ ആര്യ 3 എന്ന് പറഞ്ഞൊരു ടൈറ്റിൽ രജിസ്റ്റർ ചെയ്യുമ്പോൾ സിനിമയിൽ അല്ലു അർജുൻ അഭിനയിക്കുമോ എന്നുള്ളത് നമുക്കറിയില്ല. പക്ഷെ ടൈറ്റിൽ ഇപ്പൊ SVC രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്, സിരീഷും രാജും. അതെ, അത് അല്ലു അർജുന്റെ പടമായിരിക്കും, ഈ സുകുമാറിന്റെ ഫിലിം ആയിരിക്കും അറിയാൻ പറ്റില്ല. അതെ അതെ, എന്തായാലും നല്ലൊരു പടമായിരിക്കട്ടെ എന്തായാലും വരുന്നത്. അതുപോലെ തന്നെ ഇനിയുള്ള വാർത്ത, നമ്മുടെ വർഷങ്ങൾക്കുള്ള സിനിമയ്ക്ക് ശേഷം വിനീത് ശ്രീനിവാസൻ സംവിധാനം ചെയ്യുന്ന അടുത്ത പടം, ടൈറ്റിലും കാര്യങ്ങളും ഇട്ടിട്ടില്ല. ജോർജിയയിലാണ് ഷൂട്ട് നടന്ന് പോകുന്നത്. പടത്തിന് ഷൂട്ട് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇപ്പൊ ധ്യാൻ ശ്രീനിവാസൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമുക്ക് ഇങ്ങനെ ഒരു പടം ഉണ്ടെന്ന കാര്യം നമ്മൾ അറിഞ്ഞത് തന്നെ. ഒരു പിക്ക്, അതെ അതെ അതെ, ഒരു ഫോട്ടോ വിനീത് ശ്രീനിവാസൻ ഇൻസ്റ്റാഗ്രാമിൽ ഇട്ടുണ്ടായിരുന്നു. അപ്പൊ നമുക്ക് അറിയാൻ പറ്റിയത് വിനീത് ശ്രീനിവാസന്റെ ഫേവറേറ്റ് ടെക്നീഷ്യൻസ് ഒക്കെ. അതെ അതെ അതെ, അദ്ദേഹം കുറെ കാലമായിട്ട് അവരായിട്ട് ജോയിൻ ചെയ്തിട്ടില്ല. നമ്മുടെ ഷാൻ റഹ്മാൻ ആണെങ്കിലും ജോമോൻ ആണെങ്കിലും. ജോമോൻ ലാസ്റ്റ് തിരയാണോ? അല്ല, ഇത് ജേക്കബ് തോന്നുന്നു. ഷാനും, അതെ അതെ, ഷാനും ജേക്കബാണ്. കാരണം ഹൃദയത്തിലും അതുപോലെ വേറെ പുതിയ ആൾക്കാരായിരുന്നല്ലോ. അപ്പൊ എന്തായാലും ആ ഒരു കോംബോ ഭീകരമായിരിക്കും. സ്ക്രിപ്റ്റ് നോബിൾ തന്നെ. അതെ, നോബിൾ തന്നെ സ്ക്രിപ്റ്റ് ചെയ്യുന്നത്. അതെ, അഭിനയിക്കണം പുള്ളി തന്നെയാണ്. അപ്പൊ എന്തായാലും ഈ ഒരു വർഷം തന്നെ നമുക്ക് പടം കാണാൻ പ്രതീക്ഷിക്കും. കാരണം വെച്ച് കഴിഞ്ഞാൽ ചെന്നൈയും കേരളവും ഇല്ലാണ്ട്. അതെ അതെ അതെ, കാരണം അദ്ദേഹത്തിന് കഴിഞ്ഞ പടത്തിന്റെ വിമർശനങ്ങൾ ഒന്ന് മാറ്റിക്കൊടുക്കണമല്ലോ. എന്തായാലും ഗംഭീരമായിരിക്കട്ടെ പടം എന്തായാലും.